സോ ഹായ് ഓൾ, നമ്മളൊരു പുതിയ സെഷനിലേക്ക് വരികയാണ്. നമ്മൾ പ്രോബ്ലം ആണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ആദ്യത്തെ പ്രോബ്ലം നോക്കാം. ഓക്കെ, സോ എ ബോട്ട് ഹാസ് എ ഫ്ലോർ ഏരിയ 10 മീറ്റർ സ്ക്വയർ ഈസ് ഇൻ കോണ്ടാക്ട് വിത്ത് വാട്ടർ. ഓക്കെ, വൈൽ ഫ്ലോയിങ് ഇൻ വാട്ടർ ഇൻ എ ലേക്ക് ഓഫ് ഡെപ്ത് 2 മീറ്റർ. അതായത് ഇതാണ്. ഓക്കെ, അപ്പൊ നമ്മളെ കയ്യിൽ ഒരു ബോട്ട് ഉണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ബോട്ട്. ഓക്കെ, ബോട്ടിന്റെ ഏരിയ 10 ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അത് വാട്ടറിനായിട്ടും കോണ്ടാക്ട് ചെയ്തിട്ടുള്ളതാണ്. സോ ലേക്ക് ആണല്ലോ. സോ ലേക്കിന്റെ ഏറ്റവും താഴെ ഭാഗമാണ്, ഗ്രൗണ്ട് ആണ് ഇത്. ഓക്കെ, സോ അതില് 2 മീറ്റർ എന്തുണ്ട്, ഡെപ്ത് 2 മീറ്റർ ആണെന്ന് പറയുന്നുണ്ട് ഓൾറെഡി. ഓക്കെ, സോ ഡെപ്ത് എത്ര, 2 മീറ്റർ ആണെന്ന് ഓൾറെഡി പറയുന്നുണ്ട്. ഡി ഈസ് ഈക്വൽ ടു 2 മീറ്റർ. ഹൗ മച്ച് ടാൻജൻഷ്യൽ ഫോഴ്സ്, അപ്പൊ എത്ര ടാൻജൻഷ്യൽ ഫോഴ്സ് ആണ് വേണ്ടത്? ഫോഴ്സ് ഈസ് റിക്വയർഡ് ടു കീപ്പ് ബോട്ട് മൂവിങ് വിത്ത് എ സ്പീഡ് ഓഫ് 2 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഇങ്ങോട്ട് 2 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യാൻ നമ്മൾ എത്ര ഫോഴ്സ് ആണ് കൊടുക്കേണ്ടത്? ഇവിടെ വേറൊരു സാധനം കൂടെ തന്നിട്ടുണ്ട്. കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ അത്രേ ഈറ്റ അല്ലെ, 0.01 തന്നിട്ടുണ്ട്. പിന്നെ ഏരിയ എത്ര, 10 തന്നിട്ടുണ്ട്. ദെൻ ഡെപ്ത് ഡി ഈസ് ഈക്വൽ ടു 2 മീറ്റർ തന്നിട്ടുണ്ട്. പിന്നെ വെലോസിറ്റി അഗെയിൻ 2 ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, സോ നമുക്കറിയാവുന്ന ഇക്വേഷൻ ഏതാണ്? നമുക്ക് ഒരു ഇക്വേഷൻ അറിയാം. എഫ് ഈസ് ഈക്വൽ ടു ഈറ്റ എ ഡി വി ബൈ ഡി എക്സ്. ഇങ്ങനെ ഒരു ഇക്വേഷൻ കേട്ടിട്ടുണ്ട്, വിസ്കസ് ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ. അത് കൂടാതെ തന്നെ വേറൊരു ഇക്വേഷൻ ഉണ്ട്. എഫ് ഈസ് ഈക്വൽ ടു എന്താണ്, ഈറ്റ എ ഇൻറ്റു വി വൺ മൈനസ് വി ടു ഓൾ ഡിവൈഡഡ് ബൈ ഡി എന്നുള്ള ഇക്വേഷൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈറ്റ ഈസ് ഈക്വൽ ടു എഫ് ഈസ് ഈക്വൽ ടു ഈറ്റ ഇൻറ്റു എ വി വൺ മൈനസ് വി ടു ഓൾ ഡിവൈഡഡ് ബൈ ഡി എന്നുള്ള ഇക്വേഷനും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇനി പഠിപ്പിച്ചു തരാത്ത ഈ ഇക്വേഷൻ യൂസ് ചെയ്യുന്നത് എപ്പോഴും അറിയോ? 2 വെലോസിറ്റി വി വൺ വി ടു തന്നാൽ മാത്രമേ ഈ ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടത്. ഒരു വെലോസിറ്റി തന്നാൽ നിങ്ങൾക്ക് കാണാനുള്ള വേറൊരു ഇക്വേഷൻ ഉണ്ട്. എഫ് ഈസ് ഈക്വൽ ടു ഈറ്റ എ വി വൺ മൈനസ് വി ടുനെ വി ആക്കി എടുക്കുക, ഈറ്റ എ ഡിവൈഡഡ് ബൈ ഡി. ഓക്കെ, 2 വെലോസിറ്റി വരികയാണെങ്കിൽ വി വൺ മൈനസ് വി ടു യൂസ് ചെയ്യും. ഇവിടെ ആകെ ഒറ്റ വെലോസിറ്റി തന്നിട്ടുള്ളൂ. അപ്പോൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. ഫോഴ്സ് ആണ് കാണേണ്ടത് അല്ലേ? സോ കാണാം എഫ് ഈസ് ഈക്വൽ ടു ഈച്ച എത്ര നോക്കാം. ഈച്ച 0.01 ആണ്. ഓക്കെ, സോ ഈച്ച എന്ന് പറഞ്ഞാൽ 0.01 ആണ്. ഓക്കെ, അപ്പൊ ഈച്ച പോയിന്റ് എഫ് ഈസ് ഈക്വൽ ടു ഈച്ച 0.01 ഇൻറ്റു എ എത്ര, ഏരിയ 10 ആണോ എന്ന് തന്നിട്ടുണ്ട്. 10 ഇൻറ്റു വെലോസിറ്റി വി എത്ര, അതും 2 തന്നിട്ടുണ്ട്. 2 ഓൾ ഡിവൈഡ് ബൈ ഡെപ്ത് ഡി എത്ര, 2 ആണ്. എല്ലാം ഗിവൺ ആണ്. സോ 2 ക്യാൻസൽ ചെയ്തു. 0.01 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ ഫോഴ്സ് 0.01 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ 0.1 ആണ്. സോ 0.1 ന്യൂട്ടൺ ആയിരിക്കും ഇതിങ്ങനെ പോവാനുള്ള ഫോഴ്സ്. സിമ്പിൾ അല്ലേ? ആകെ ഇക്വേഷൻ യൂസ് ചെയ്യുക. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ സാധാരണ ചോദിക്കാറുണ്ട്. അത് ഓൾറെഡി നമുക്ക് ഇതിന്റെ ഐഡിയ എവിടെ നിന്ന് കിട്ടിയത്? ഇവിടെ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുള്ള ഇക്വേഷൻ ആകെ ഈ 2-3 ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. സോ നേരെ കൊടുക്കുക, ആൻസർ കിട്ടി. സോ ദിം തകതി ദിം. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. അത് വെറുതെ ഞാൻ ഒന്ന് സ്റ്റൈൽ ആക്കാൻ വേണ്ടി പറഞ്ഞാണ്, പാളിപ്പോയി. ഓക്കെ, ദെൻ അടുത്തത് എ ബോൾ ഓഫ് മാസ്. ഓക്കെ, ഇതെന്താ നോക്കാം. ഇത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഓക്കെ, അപ്പോ എന്താണ് എ ബോൾ ഓഫ് എം? ഓക്കെ, എ ബോൾ ഓഫ് മാസ് ക്യാപിറ്റൽ എം ആൻഡ് ഡെൻസിറ്റിക്ക് ഒരു സ്പേസ് വിട്ടാൽ എന്താ അറിയോ? ഡെൻസിറ്റി റോ ആണ്. ഓക്കെ, ഡെൻസിറ്റി റോ ഈസ് ഡ്രോപ്ഡ് ഇൻ ടു എ കണ്ടെയ്നർ ഹാവിംഗ് ഗ്ലിസറിൻ. അപ്പോ നമ്മളെ കയ്യിലൊരു എന്താ പറയാ, ഒരു ബോൾ ഉണ്ട്, അതിന്റെ മാസ് എം ആണ്, ഡെൻസിറ്റി റോ ആണ്. അത് ഗ്ലിസറിൻ ഉള്ള ഒരു കണ്ടെയ്നർ കിട്ടും. ദ ബോൾ അറ്റൈൻ എ കോൺസ്റ്റന്റ് വെലോസിറ്റി ആഫ്റ്റർ സം ടൈം. കുറച്ച് സമയത്തിന് ശേഷം ബോൾ കോൺസ്റ്റന്റ് വെലോസിറ്റി അറ്റൈൻ ചെയ്തു. ഇഫ് ദ ഡെൻസിറ്റി ഓഫ് ദ ഗ്ലിസറിൻ ഈസ് സിഗ്മ ആണ് കേട്ടോ. ഡെൻസിറ്റി ഓഫ് ദ ഗ്ലിസറിൻ ഈസ് സിഗ്മ. ദ വിസ്കസ് ഫോഴ്സ് ഓൺ ദ ബോൾ വിൽ ബി. ഓക്കെ, നമ്മൾ ടെർമിനൽ വെലോസിറ്റി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ആണ് ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. സോ ഒരു ഇതാണ് സംഭവം. ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ നമ്മളെ ഇതിൽ ഗ്ലിസറിൻ ആണ്. ഓക്കെ, ഗ്ലിസറിന്റെ ഡെൻസിറ്റി എന്താണ്? റോ ആണ്. ഗ്ലിസറിന്റെ ഡെൻസിറ്റി, ഇത് ഫുള്ള് ഗ്ലിസറിൻ ആണ്. ഗ്ലിസറിന്റെ ഡെൻസിറ്റി എന്താണ്? സിഗ്മയാണ്. സിഗ്മയാണ് ഗ്ലിസറിന്റെ ഡെൻസിറ്റി. നമ്മൾ ആദ്യം ഇതിലൊരു ബോൾ ഇട്ടു. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ബോൾ ഇതിലേക്ക് ഇട്ടാൽ അതിന് താഴോട്ട് ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എം ജി ഉണ്ടാവും. മുകളിലോട്ട് എന്തുണ്ടാവും? ഒരു വിസ്കസ് ഫോഴ്സ് എഫ് ഈസ് ഈക്വൽ ടു 6 പൈ ഈറ്റ ആർ വി ഉണ്ടാവും. പിന്നെയും മുകളിലോട്ട് ഒരു അപ്ത്രസ്റ്റും ഉണ്ടാവും. എന്താ ഉള്ളത്? അപ്ത്രസ്റ്റും ഉണ്ടാവും. അപ്ത്രസ്റ്റ് ഞാൻ എത്രയാന്ന് നമ്മളെ തിയറി പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഇതിങ്ങനെ വെലോസിറ്റിയിൽ ഇങ്ങനെ മൂവ് ചെയ്യും. വെൻ ദ ബോൾ അറ്റൈൻസ് എ കോൺസ്റ്റന്റ് വെലോസിറ്റി ആഫ്റ്റർ സം ടൈം. ഇതിങ്ങനെ പോയി ഒരു പോയിന്റ് എത്തുമ്പോൾ കോൺസ്റ്റന്റ് വെലോസിറ്റി എത്തി. കോൺസ്റ്റന്റ് വെലോസിറ്റി എത്തിയാൽ റിസൾട്ടന്റ് ഫോഴ്സുകൾ 0 ആണെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് ഈ മുകൾക്കുള്ള ഫോഴ്സും താഴേക്കുള്ള ഫോഴ്സും ഈക്വൽ ആയിരിക്കും. എന്തായിരിക്കും? മുകൾക്കുള്ള ഫോഴ്സും താഴേക്കുള്ള ഫോഴ്സും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഈ ബോളിന്റെ മാസ് ക്യാപിറ്റൽ എം ആണ്. ഈ ബോളിന്റെ ഡെൻസിറ്റി റോ ആണ്. അപ്പോ കോൺസ്റ്റന്റ് വെലോസിറ്റി എത്തിയെന്നെങ്ങാനും ക്വസ്റ്റ്യനിൽ കണ്ടാൽ താഴേക്കുള്ള ഫോഴ്സുകളും മുകൾക്കുള്ള ഫോഴ്സുകളും ഒക്കെ ഈക്വൽ ആവും. ദാറ്റ് ഈസ്
ദാറ്റ് ഈസ് ഇങ്ങനെ വരും. ഇങ്ങനെ ഒരു ഇക്വേഷൻ നിങ്ങൾ അങ്ങോട്ട് പഠിച്ചാൽ മതി. വിസ്കസ് ഫോഴ്സ് എഫ് ഈസ് ഈക്വൽ ടു 6 പൈ ഈറ്റ ആർ വി ഈസ് ഈക്വൽ ടു ഈ ഒരു ഇക്വേഷൻ അങ്ങോട്ട് പഠിച്ചാൽ മതി. കോൺസ്റ്റന്റ് വെലോസിറ്റി എത്തി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ പഠിച്ചാൽ മതി. 4/3 പൈ ആർ ക്യൂബ് ഇൻറ്റു റോ മൈനസ് സിഗ്മ. നിങ്ങളോട് ആരെങ്കിലും എന്താ പറയാ, നിങ്ങളോട് ആരെങ്കിലും കോൺസ്റ്റന്റ് വെലോസിറ്റി എത്തി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും ഇക്വേഷൻ വരിക. അതായത് മുകൾക്കുള്ള വിസ്കസ് ഫോഴ്സ് എഫ് ഈസ് ഈക്വൽ ടു 6 പൈ ഈച്ച് ആർ വി ഈസ് ഈക്വൽ ടു ഇതൊക്കെ ഈക്വൽ ആയിരിക്കും. ഓക്കെ, നമ്മളോട് ചോദിച്ചത് എന്താണ്? നമ്മളോട് ചോദിച്ചത് എന്താണ്? ദ വിസ്കസ് ഫോഴ്സ് ഓൺ ദ ബോൾ വിൽ ബി. ഓക്കെ, സോ വിസ്കസ് ഫോഴ്സ് കാണാൻ 6 പൈ ഈറ്റ ആർ വി കൊണ്ട് നമുക്ക് കാര്യമില്ല. കാരണം നമുക്ക് റോയും സിഗ്മയും ഒക്കെ തന്നത് അതിനാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. എഫ് ഈസ് ഈക്വൽ ടു, കാര്യമില്ല എന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ഡിസൈൻ ചെയ്തത് അങ്ങനെയാണ്. സോ നമുക്ക് വിസ്കസ് ഫോഴ്സിന്റെ ഇക്വേഷൻ കിട്ടി. എഫ് ഈസ് ഈക്വൽ ടു 4/3 പൈ ആർ ക്യൂബ് ഇൻറ്റു റോ മൈനസ് സിഗ്മ. ഓക്കെ, അപ്പൊ ഇതാണ് ഇക്വേഷൻ കിട്ടി. ഇതിന്റെ ഓപ്ഷനും കൂടെ വേണമെങ്കിൽ ഞാനൊന്ന് തരാം. കാരണം ഓപ്ഷന് 4 ഓപ്ഷനാണുള്ളത്. അപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ എം ജി ഇൻറ്റു എന്താണ് 1 മൈനസ് സിഗ്മ ബൈ റോ ആണ് ഒന്നാമത്തെ ഓപ്ഷൻ. ബി ഈസ് ഈക്വൽ ടു എം ജി ബൈ എന്താണ് റോ സിഗ്മയാണ് രണ്ടാമത്തെ ഓപ്ഷൻ. സി ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ എം ജി ഇൻറ്റു 1 മൈനസ് സിഗ്മ ബൈ റോ ആണ് മൂന്നാമത്തെ ഓപ്ഷൻ. ഓക്കെ, നാലാമത്തെ ഓപ്ഷൻ 3 ഇനി നാലാമത്തെ ഒന്നും കൂടെ തരാം. ഡി ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ എം ജി ഇൻറ്റു റോ മൈനസ് സിഗ്മയാണ്. ഓക്കെ, സോ ഇതിന് എഫിന് 2 ഇക്വേഷൻ ഉണ്ട്. ഒന്നെങ്കിൽ ഈ ഇക്വേഷൻ എടുക്കാം, അല്ലെങ്കിൽ ഈ ഇക്വേഷൻ എടുക്കാം. പക്ഷെ നമ്മൾ ഓപ്ഷനിൽ നോക്കി, ഓപ്ഷനിൽ ഈറ്റ ആർ വി എന്നുള്ള ഒരു ഒറ്റ ടേം ഇവിടെ ഒന്നും കാണാനില്ല. ഒക്കെ എം ജി ഇൻറ്റു സിഗ്മ മൈനസ് റോ ആണ്. അങ്ങനെ ഓരോന്നാണ് നമ്മൾ ഓപ്ഷനിൽ കാണുന്നത്. സോ നമ്മൾ അതുകൊണ്ടാണ് ഈ ഇക്വേഷൻ എടുത്തത്. എഫ് ഈസ് ഈക്വൽ ടു 4/3 പൈ ആർ ക്യൂബ് റോ മൈനസ് സിഗ്മ എന്ന് എടുത്തത്. ഇനി കാണാൻ സിമ്പിൾ ആണ്. ഇവിടെ സിഗ്മ എന്ന് പറഞ്ഞാൽ ഈ മീഡിയത്തിന്റെ, ഗ്ലിസറിൻ എന്ന് പറയുന്ന മീഡിയത്തിന്റെ എന്താണ് ഡെൻസിറ്റി ആണ്. റോ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളെ ഇതിന്റെ ഡെൻസിറ്റി. അപ്പൊ ഇക്വേഷൻ ഈ രൂപത്തിൽ നമ്മൾ ആക്കണം. ഓപ്ഷൻ കണ്ടില്ലേ, ഈ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഇക്വേഷനൊക്കെ മാറ്റണം. സോ നമ്മളിത് ചെയ്യാൻ വേണ്ടി വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഞാൻ പറഞ്ഞു നീട്ടല്ല. ഇത് ചെയ്യാൻ വേണ്ടി ആദ്യത്തെ പരിപാടി എഫ് ഈസ് ഈക്വൽ ടു 4/3 പൈ ആർ ക്യൂബ്. അതേപോലെ തന്നെ ഇതിന്റെ ഉള്ളിൽ നിന്ന് ഞാൻ ആരെ പുറത്തെടുത്തു പറയും, ഇതൊരു സിഗ്മനെ പുറത്തേക്ക് കൊടുത്തു ഇതിന്റെ ഉള്ളിൽ നിന്ന്. സോ സോറി, സിഗ്മ അല്ല, റോനെ പുറത്തേക്ക് കൊടുത്തു. അപ്പൊ റോനെ പുറത്തേക്ക് കൊടുക്കുമ്പോൾ ഇവിടെ റോ പോയാൽ ഇവിടെ 1 ആവും. സോ 1 മൈനസ് ഇവിടെ ഒരു സിഗ്മ ഉണ്ടാവും, ഓൾ ഡിവൈഡഡ് ബൈ റോ എന്ന് വരും. ഓക്കെ, ഇനി എഫ് ഈസ് ഈക്വൽ ടു 4/3 പൈ ആർ ക്യൂബ് റോ. എഫ് ഈസ് ഈക്വൽ ടു 4/3 പൈ ആർ ക്യൂബ് റോ അല്ലെ. നമുക്കറിയാം ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു എന്താണ്, ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ ഓ. ഒരു ചെറിയ വിഷയം കൂടെ ഉണ്ട്. ഇവിടെ ഒരു ജി കൂടെ ഇടണേ നിങ്ങൾ. ഇവിടെ ഈ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, അവിടെ ഒരു ജി കൂടെ ഇടണം കേട്ടോ. ഞാൻ ജസ്റ്റ് മറന്നു പോയതാണ്, എന്നോടൊന്നും തോന്നരുത്. ഇവിടെ 4/3 പൈ ആർ ക്യൂബ് എന്താ പറയാ റോ മൈനസ് സിഗ്മ ഇൻറ്റു ഒരു ജി കൂടെ ഉണ്ട് കേട്ടോ. ജി എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഓക്കെ, ഇതാണ് ഈ ഇക്വേഷൻ ഫുൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. സോ ഒരു ജി കൂടെ ഇട്ട് കൊടുക്കണം. സോ എഫ് ഈസ് ഈക്വൽ ടു 6 പൈ ഈറ്റ ആർ വി ഈസ് ഈക്വൽ ടു 4/3 പൈ ആർ ക്യൂബ് ഇൻറ്റു റോ മൈനസ് സിഗ്മ ഓൾ ഡിവൈഡ് ബൈ ഈറ്റ ഇൻറ്റു ജി ഉണ്ട് കേട്ടോ. സോ അപ്പൊ അവിടെ ആ ജി ഇവിടെയും വരും. സോ അതുകൊണ്ട് എന്ത് ചെയ്തു, ഇവിടെയും ഒരു ജി വന്നു. ഓക്കെ, ഇവിടെയും ഒരു ജി വന്നു. ഓക്കെ, അപ്പൊ ഞാൻ ഇതൊക്കെ കൂടെ ഒന്ന് എടുത്ത് എഴുതുമ്പോൾ എഫ് ഈസ് ഈക്വൽ ടു 4/3 പൈ ആർ ക്യൂബ് റോ ജി ഓക്കെ ഇൻറ്റു 1 മൈനസ് സിഗ്മ ബൈ റോ എന്ന് കിട്ടി. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ മാറ്റാൻ പോവാണ്. ഓക്കെ, ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം അല്ലേ? അതെ. അപ്പൊ മാസ് ഈസ് ഈക്വൽ ടു എന്താണ്, ഡെൻസിറ്റി ഇൻറ്റു വോളിയം, റോ ഇൻറ്റു വി. ഓക്കെ, സോ റോ ഇൻറ്റു വോളിയം, ഈ സ്പിയറിന്റെ വോളിയം എത്ര, 4/3 പൈ ആർ ക്യൂബ് ആണ് അല്ലെ. അപ്പൊ ഈ സ്പിയറിന്റെ വോളിയം എത്ര, 4/3 പൈ ആർ ക്യൂബ് ആണ്. ഈ സ്പിയറിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ 4/3 പൈ ആർ ക്യൂബ് ആണ്. മക്കളെ 4/3 പൈ ആർ ക്യൂബ് റോ, ഇവിടെയും 4/3 പൈ ആർ ക്യൂബ് റോ തന്നെയല്ലേ ഉള്ളത്. അതായത് ഈ എം ഈ 4/3 പൈ ആർ ക്യൂബ് എന്ന് പറഞ്ഞാൽ എം ആണ്. സോ ഇവിടെ അത് കൊടുക്കുക. സോ എഫ് ഈസ് ഈക്വൽ ടു 4/3 പൈ ആർ ക്യൂബ് റോ എന്നുള്ള ടേമ് നമ്മൾ എം എന്ന് കൊടുക്കുന്നു. പിന്നെ ഇവിടെ ആരാ ഉള്ളത്, ഒരു ജി ഉണ്ട്, എം ജി ഇൻറ്റു 1 മൈനസ് സിഗ്മ ബൈ റോ. സോ നമുക്ക് ഓപ്ഷനിൽ നോക്കാൻ ഇങ്ങനെ ഒരു സാധനം ഉണ്ടോ? യെസ്, എഫ് ഈസ് ഈക്വൽ ടു എം ജി ഇൻറ്റു 1 മൈനസ് സിഗ്മ ബൈ റോ. സോ ദിസ് ഈസ് ദ ആൻസർ ഓഫ് ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ നിങ്ങൾ രണ്ടും കോൺസ്റ്റന്റ് വെലോസിറ്റി എത്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഇക്വേഷനുകളാണ് യൂസ് ചെയ്യേണ്ടത്. എഫ് ഈസ് ഈക്വൽ ടു 6 പൈ ഈച്ച് ആർ വി ഈസ് ഈക്വൽ ടു 4/3 പൈ ആർ ക്യൂബ് ഇൻറ്റു റോ മൈനസ് സിഗ്മ ഇൻറ്റു ജി. ഓക്കെ, സോ കോൺസ്റ്റന്റ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ടെർമിനൽ വെലോസിറ്റി എത്തി എന്നാണ് പറഞ്ഞതിന് അർത്ഥം. സോ ദാറ്റ്സ് ഓൾ, ഇത്രയേ ഉള്ളൂ. സോ ഇതോടുകൂടെ നമ്മൾ എന്ത് ചെയ്തു, ഈ ഭാഗം തീർത്തു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻക്ക് പോവാം. ഓക്കെ, ലെറ്റ്സ് മൂവ് ഇൻ ടു ദ നെക്സ്റ്റ് സ്റ്റഫ്. ഓക്കെ, സോ നെക്സ്റ്റ് അടുത്തത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, വാട്ടർ ഫ്ലോയിങ് ത്രൂ എ പൈപ്പ്
as shown in the figure. Figure ഉണ്ട് കേട്ടോ ഈ ക്വസ്റ്റ്യനിൽ. The velocity v3 will be. Okay, so ഈ ക്വസ്റ്റ്യന്റെ this is the 68th ക്വസ്റ്റ്യൻ അല്ലേ. സോ നമുക്ക് ഇതിന്റെ ഒരു പിക്ചർ വരയ്ക്കാനുണ്ട്. സിമ്പിൾ ആണ് ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വളരെ 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 എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ലെറ്റ്സ് ഹാവ് എ ലുക്ക്. ഓക്കെ, സോ നമുക്ക് നോക്കാം എങ്ങനെ വരും. അപ്പൊ ഇതാണ് ക്വസ്റ്റ്യൻ. ഇങ്ങനെ വരുന്നു. ഓക്കെ, ഇങ്ങനെ വരുന്നു. നിങ്ങൾ വരയ്ക്കണേ. ഇങ്ങനെ വന്നു. എന്നിട്ട് ആദ്യം ഒരാൾ നേരെ ഇങ്ങോട്ട് പോയി, ദെൻ ഒരാൾ നേരെ എന്ത് ചെയ്തു, ഇങ്ങോട്ട് പോയി. ഓക്കെ, സോ ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. ഇതിൽ തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസ് ഒക്കെ നമ്മൾ എടുത്ത് എഴുതണം. ആദ്യം വെള്ളം ഇങ്ങനെ വരുന്നു, വെള്ളം ഇങ്ങനെ വന്ന് കുറച്ച് വെള്ളം ഇങ്ങോട്ട് പോയി, കുറച്ച് വെള്ളം ഇങ്ങോട്ട് പോയി. സോ ഇവിടെ ഓൾറെഡി തന്ന കാര്യങ്ങളൊക്കെ ഞാൻ എഴുതുകയാണ്. A1 ഈസ് ഈക്വൽ ടു 0.2 മീറ്റർ ക്യൂബ് തന്നിട്ടുണ്ട്. അതേപോലെ V1 ഈസ് ഈക്വൽ ടു V1 ഈസ് ഈക്വൽ ടു 4 മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്. 4 മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്. അതേപോലെ ഇവിടെ A2 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ A2 എന്ന് പറഞ്ഞാൽ 0.2 മീറ്റർ ക്യൂബ് ആണ് തന്നിട്ടുണ്ട്. അതേപോലെ V2 എന്ന് പറഞ്ഞാലോ, V2 എന്ന് പറഞ്ഞാൽ 2 മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് താഴോട്ട് പോകുമ്പോൾ ഇവിടുത്തെ A3 തന്നിട്ടുണ്ട്. എത്ര? A3 എന്ന് പറഞ്ഞാൽ 0.4 എന്താണ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. നിങ്ങളോട് ഈ V3 ആണ് കാണാൻ പറഞ്ഞത്. ഓക്കെ, സോ വാട്ടർ ഫ്ലോയിങ് ത്രൂ എ പൈപ്പ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. എല്ലാം ഗിവൺ ആണ്. എങ്ങനെ V3 കാണും? നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഇക്വേഷൻ ഉണ്ട്. എന്താ? A1 V1 ഈക്വൽ ടു, ചെയ്തോളൂ, A1 V1 ഈക്വൽ ടു എന്ത് വരും? A1 V1 ഈക്വൽ ടു A2 V2 പ്ലസ് A3 V3 എന്നാണ്. നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഇക്വേഷൻ ആണ്. സോ A1 V1 എന്ന് പറഞ്ഞത് അവിടെ തന്നിട്ടുണ്ട്. 0.2 ഇൻറ്റു എത്ര വരും? 0.2 ഇൻറ്റു 4 ഈസ് ഈക്വൽ ടു A2 V2. എത്ര? A2 എന്ന് പറഞ്ഞാൽ 0.2 ഇൻറ്റു 2. സോ 0.2 ഇൻറ്റു 2 പ്ലസ് A3 V3. A3 എത്ര? 0.4 ഇൻറ്റു V3. V3 കാണാൻ പറഞ്ഞു കേട്ടോ. സോ 0.2 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 0.8 ആണ്. സോ 0.8 ഈസ് ഈക്വൽ ടു 0.2 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 0.4. 0.4 പ്ലസ് 0.4 V3 എന്ന് കിട്ടി. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പിലോ ഈ 0.4 ഇങ്ങോട്ട് കൊടുത്തു. സോ 0.8 മൈനസ് 0.4 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? 0.4 V3. സോ 0.8 മൈനസ് 0.4 എന്ന് പറഞ്ഞാൽ അഗൈൻ 0.4 ആണ്. സോ 0.4 ഈസ് ഈക്വൽ ടു 0.4 V3. സോ 0.4 0.4 കട്ട് ചെയ്യുമ്പോൾ V3 ഈസ് ഈക്വൽ ടു എത്ര വരും? 1 മീറ്റർ പെർ സെക്കൻഡ് വരും. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ വി വിൽ ഡു ദിസ് പ്രോബ്ലം, ഓർ വി ഹാവ് ടു ഡു ദിസ് പ്രോബ്ലം ദിസ് വേ. ഓക്കെ, സോ വളരെ സിമ്പിൾ ആണ്. അതാണ് കുറച്ച് ഫാസ്റ്റിൽ പറഞ്ഞു പോയത്. സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ ആണ്. സോ ഇനി നമുക്ക് അടുത്തൊരു പ്രോബ്ലം നോക്കാം. ബെർണോളിസ്ക്ക് വരാം. ഓക്കെ, നൗ വി ആർ മൂവിങ് ഇൻ ടു ബെർണോളിസ്. അപ്പൊ നിങ്ങൾക്ക് ബെർണോളിസിന്റെ സംഭവത്തിലേക്ക് വരാം. നോക്കാം. ബെർണോളിസ് അല്ല, ടോറിസെല്ലി ആണ്. ബെർണോളിസിന്റെ അപ്ലിക്കേഷൻ തന്നെയാണ് ടോറിസെല്ലി. സോ നമുക്ക് അങ്ങനെ അവരെ രണ്ടായിട്ട് കാണേണ്ട ആവശ്യമില്ല. ഒരേ തൂവൽ പക്ഷികളാണ് അല്ലെ, ഒരേ ചിറകിലെ രണ്ട് തൂവൽ പക്ഷികളാണ്. സോ 74th ക്വസ്റ്റ്യൻ. ഓക്കെ, എ ലാർജ് ടാങ്ക് ഹാസ് 2 ഹോൾ ഇൻസൈഡ്. അപ്പൊ ഒരു ടാങ്കിന് 2 ഹോൾ ഉണ്ട്. ഓക്കെ, 1 ഈസ് സ്ക്വയർ, ഒരു ഹോൾ സ്ക്വയർ ആണ്, ഓഫ് സൈഡ് എൽ, അതിന്റെ ലെങ്ത് എൽ ആണ്, ആൻഡ് അറ്റ് എ ഡെപ്ത് 4 5 y ഫ്രം ദ ടോപ്പ്. Okay, and the other is circular hole of radius r at a depth 4y from top. When the tank is full, the rate of flow of the liquid from the holes are same. Then r is equal to. Okay, അപ്പോൾ ക്വസ്റ്റ്യൻ പറഞ്ഞത് എന്താ വെച്ചാൽ നമ്മുടെ കയ്യിൽ ഒരു ടാങ്ക് ഉണ്ട്, ടാങ്കിൽ 2 ഹോൾ ഉണ്ട്. നമ്മുടെ കയ്യിൽ ഒരു ടാങ്ക് ഉണ്ട്, ടാങ്കിൽ 2 ഹോൾ ഉണ്ട്. സോ ഇതാണ് നമ്മുടെ ടാങ്ക്. ഓക്കെ, സോ ടാങ്കിൽ എന്തുണ്ട്? 2 ഹോൾ ഉണ്ട്. ഒരു ഹോൾ എന്താണ്? ഒരു ഹോള് സ്ക്വയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഒന്നാമത്തെ ഹോൾ എന്ന് പറഞ്ഞാൽ സ്ക്വയർ ആണ്. ഓക്കെ, എന്നിട്ട് പിന്നെ 1 ഹോൾ ഈ സ്ക്വയർ, അതിന്റെ ലെങ്ത് എല്ലാം. ഓക്കെ, ആൻഡ് അറ്റ് എ ഡെപ്ത് y ഫ്രം ദ ടോപ്പ്. സോ ഈ കണ്ടെയ്നറിന്റെ ഇതിന് അറ്റ് എ ഡെപ്ത് y ഡെപ്തിലാണ് ഇവൻ നിൽക്കുന്നത്. വെൻ ദ ടാങ്ക് ഈസ് ഫുൾ. അപ്പൊ ഇനി അടുത്തത് ആൻഡ് അതർ ഈ സർക്കുലർ ഹോൾ, അടുത്തത് സർക്കുലർ ഹോൾ ആണ്. ഓക്കെ, ആൻഡ് റേഡിയസ് r. സോ ഇതിന്റെ റേഡിയസ് r ആണ്. ഓക്കെ, ആൻഡ് അറ്റ് എ ഡെപ്ത് 4y ഫ്രം ദ ടോപ്പ്. ഓക്കെ, സോ ഇത് 4y ഡിസ്റ്റൻസിലാണ് താഴോട്ട് കിടക്കുന്നത്. ഓക്കെ, 4y ഫ്രം ദ ടോപ്പ്. ഓക്കെ, when the tank is full, ടാങ്ക് മൊത്തം ഫുൾ ആണെങ്കിൽ, ടാങ്ക് മൊത്തം ഫുൾ ആണ് എന്നുണ്ടെങ്കിൽ, ഓക്കെ, the rate of flow of the liquid from the hole are same. Yes, അതാണ് ഇവിടുത്തെ കറക്റ്റ് പോയിന്റ്. റേറ്റ് ഓഫ് ഫ്ലോ എന്താണ്? സെയിം ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, then r is equal to, അങ്ങനെയാണെങ്കിൽ ഈ ഒരു സ്പിയറിന്റെ ഈ ഹോളിന്റെ റേഡിയസ് r എത്രയാണെന്ന് ചോദിച്ചത്. ഓക്കെ, റേറ്റ് ഓഫ് ഫ്ലോ കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താ റേറ്റ് ഓഫ് ഫ്ലോ കാണാനുള്ള ഇക്വേഷൻ? റേറ്റ് ഓഫ് ഫ്ലോ സെയിം ആണെന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഫ്ലോ കാണാനുള്ള ഇക്വേഷൻ ആണ്. അറിയാത്തവർ എഴുതി വെക്കുക. ഏരിയ ഇൻറ്റു വെലോസിറ്റി. ഓക്കെ, ഏരിയ ഇൻറ്റു വെലോസിറ്റി. ഓക്കെ, അപ്പൊ ഇത് ഒന്നാമത്തെ ഹോള്. ഓക്കെ, ഇവന്റെ ഏരിയ A1 ആണ്, വെലോസിറ്റി V1 ആണ്. അതേപോലെ ഇവന്റെ എന്താ പറയാ A2 ആണ്, V2 ആണ്. ഓക്കെ, അപ്പൊ ഇത് കോൺസ്റ്റന്റ് ആയ സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാം?
A1 V1 ഈക്വൽ ടു A2 V2 എന്ന് ഇടാം. A1 V1 ഈക്വൽ ടു A2 V2. ഓക്കെ, A1 എന്ന് പറഞ്ഞാൽ ഈ സ്ക്വയറിന്റെ ഏരിയ. ഓക്കെ, സ്ക്വയറിന്റെ ഏരിയ ലെങ്ത് സൈഡ് എല്ലാം. സോ സ്ക്വയറിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ L സ്ക്വയർ ആണ് അല്ലേ? സോ L സ്ക്വയർ. ഓക്കെ, L സ്ക്വയർ ഇൻറ്റു V1 എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ടോറിസെല്ലിന്റെ ലോ ആണ്. ഇവിടുന്ന് ഒരു സാധനം ഇങ്ങോട്ട് താഴോട്ട് വെലോസിറ്റി ഇങ്ങനെ താഴോട്ട് വീഴും അല്ലെ? ഇവിടുന്ന് വെള്ളം ഇങ്ങനെ വീഴും. സോ അങ്ങനെ വെള്ളം വീഴുകയാണെങ്കിൽ ആ സമയം അതിന്റെ ആ വെള്ളം വീഴുന്ന വെലോസിറ്റി ഓഫ് എഫ്ലക്സ് എന്ന് പറഞ്ഞാൽ √2gh ആണ് അല്ലെ? √2gh ആണ്. സോ V1 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എന്താ പറയാ 2g ഇൻറ്റു h എന്താ? h എന്ന് പറഞ്ഞാൽ ഈ ഹോളിൽ നിന്ന് ഈ ടോപ്പിലേക്കുള്ള ഹൈറ്റ് ആണ്. സോ ആദ്യം സ്ക്വയറാ പരിഗണിക്കണം അല്ലെ? സോ അതിന്റെ ഹൈറ്റ് എത്ര ഇവിടെ y എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, y. ഓക്കെ, ഈസ് ഈക്വൽ ടു A2 പറഞ്ഞാൽ നമ്മുടെ സർക്കുലാർ എന്ന് പറഞ്ഞാൽ ഈ R. സോ ഈ R അപ്പൊ ഇതിന്റെ റേഡിയസ് എത്ര വരിക? മീൻസ് A2 എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഏരിയ അല്ലെ? ഇതിന്റെ ഏരിയ ആണ് ഈ ഹോളിന്റെ ഏരിയ. അപ്പൊ സർക്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ πr² ആണ്. സോ π ഇൻറ്റു ക്യാപിറ്റൽ R² ഇൻറ്റു V2 എന്ന് പറഞ്ഞാൽ അഗൈൻ √2gh ആണ്. സോ √2gh. സോ √2g ഇൻറ്റു h എത്ര വരിക? ഇവിടുന്ന് നേരെ മുകൾക്കുള്ള ഹൈറ്റ് അത് എത്ര? 4y ആണ്. എത്ര? 4y. ഇത് സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. 4y ആണ്. ഓക്കെ, നമുക്ക് ഇനി സോൾവ് ചെയ്യാൻ തുടങ്ങിയാലേ? നമുക്ക് സോൾവ് ചെയ്യാൻ തുടങ്ങാം. എങ്ങനെയൊക്കെ സോൾവ് ചെയ്യാം? അപ്പൊ ആദ്യം തന്നെ ചെയ്യാൻ പോട്ടോ. ഇവിടെ L സ്ക്വയർ ഇൻറ്റു √2gy അല്ലെ? √2gy ഈസ് ഈക്വൽ ടു πr² ഇൻറ്റു ഇവിടെ ഒരു 4 ഉണ്ട്. 4നെ റൂട്ടിന് പുറത്തേക്ക് എടുത്താൽ 2 കിട്ടും. സോ 2 ഇൻറ്റു റൂട്ട് വേറെ 2 കൂടെ ഉണ്ട്. അപ്പൊ 2g എന്ത് കിട്ടും? y എന്ന് വരും. സോ 2gy ക്യാൻസൽ ചെയ്തു. സോ എന്ത് കിട്ടും? L സ്ക്വയർ ഈസ് ഈക്വൽ ടു 2πr². 2πr അങ്ങനെ ഇവിടെ 2 ഉണ്ട്. 2πr². ആറാണ് കിട്ടേണ്ടത് അല്ലെ? സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ 2πനെ താഴേക്ക് എടുത്തു. സോ r² ഈസ് ഈക്വൽ ടു L സ്ക്വയർ ബൈ എന്ത് കിട്ടി? 2π എന്ന് കിട്ടി. ആറല്ല കിട്ടേണ്ടത്, നേരെ ഈ സ്ക്വയർ അങ്ങോട്ട് പോയാൽ റൂട്ട് ആവും. സോ r ഈസ് ഈക്വൽ ടു ഇതിന് മൊത്തം റൂട്ടാട്ടോ. √L സ്ക്വയർ എത്ര? L ആണ്. L ബൈ √2π അല്ലെ? താഴേക്ക് റൂട്ട് ഉണ്ട്. സോ √2π. സോ ദിസ് ഈസ് ദ റേഡിയസ്. സോ ഇതാണ് r ഈസ് ഈക്വൽ ടു L ബൈ √2π. ഓക്കെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണ്? റേറ്റ് ഓഫ് ഫ്ലോ സെയിം എന്ന് പറഞ്ഞാൽ A1 V1 ഈക്വൽ ടു A2 V2 ഇടണം. എന്താണ്? ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി തന്നെ. ഓക്കെ, അതന്നെയാണ് നമ്മൾ അവിടെയും പറഞ്ഞിരുന്നത്. റേറ്റ് ഓഫ് ഫ്ലോ എന്ന് പറഞ്ഞാൽ ഏരിയ ഇൻറ്റു വെലോസിറ്റി ആണ്. പിന്നെ ഒന്നാമത്തിന്റെ ഹൈറ്റ് y ആണ്, രണ്ടാമത്തിന്റെ y ആണ്. പിന്നെ 4y ആണ്. പിന്നെ ടോറിസെല്ലിന്റെ ലോ P ഈസ് ഈക്വൽ ടു √2gh. ഓക്കെ, സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ ആയ സാധനമാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, സോ സിമ്പിൾ പരിപാടി അതും കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് നോക്കണം. സോ ബിഫോർ ദാറ്റ് ലെറ്റ് മീ ലുക്ക് ദ ടൈം. ഓക്കെ, സോ 17:34. അപ്പൊ ഇനി അടുത്തത് അവസാനത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, അവസാനത്തെ ക്വസ്റ്റ്യൻ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു പ്രോബ്ലം ആണ്. ഓക്കെ, ഇതും ബെർണോളിസിന്റെ അപ്ലിക്കേഷൻ തന്നെയാണ്. ഓക്കെ, സോ ദ ക്വസ്റ്റ്യൻ ഈ 17th ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. ഓക്കെ, ഹോൾ ഈസ് മെയ്ഡ്. ഓക്കെ, ഒരു ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ട് എവിടെ? അറ്റ് ദ ബോട്ടം ഓഫ് ദ ടാങ്ക് ഫിൽഡ് വിത്ത് വാട്ടർ. അപ്പോൾ ഒരു ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, ആ ഹോൾ ഏറ്റവും ബോട്ടത്തിലാണ് കൊണ്ടുപോയിട്ട് വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതൊക്കെ ഫില്ല് ചെയ്തിട്ട് വാട്ടർ ഇതിലൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇതിനൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതാണ്. ഓക്കെ, ഇനി അടുത്തതോ ഓക്കെ, അത് കഴിഞ്ഞു. ഇഫ് ദ ടോട്ടൽ പ്രഷർ അറ്റ് ദ ബോട്ടം ഓഫ് ദ ടാങ്ക് ഈസ് 3 atmosphere. അപ്പോൾ ഈ ടാങ്കിന്റെ ഏറ്റവും ബോട്ടത്തിലുള്ള ടോട്ടൽ പ്രഷർ, ഐ റിപ്പീറ്റ്, ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് എത്ര? 3 atmosphere ആണ്. അതായത് 3 atm. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യൻ എഴുതും കൂടെ കൊടുത്തിട്ടുണ്ട്. 1 atmosphere പ്രഷർ എന്ന് പറഞ്ഞാൽ 10⁵ Pascal ആണ്. സോ 1 atm ഈസ് ഈക്വൽ ടു 10⁵ Pascal ആണ്. സോ ടോട്ടൽ പ്രഷർ എത്ര വരും? T atm. അവിടെ നിൽക്കട്ടെ, പിന്നെ മാറ്റാം. ദ വെലോസിറ്റി ഓഫ് എഫ്ലക്സ് ഈസ്. അപ്പൊ ഇതിന് അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി ഓഫ് എഫ്ലക്സ് കാണാൻ പറഞ്ഞത്. അതായത് ഇങ്ങോട്ട് വെള്ളം പോകുന്ന എന്താ പറയാ വെലോസിറ്റി. അത് കാണാൻ ഇക്വേഷൻ എന്താണ്? V ഈസ് ഈക്വൽ ടു √2gh. ഓക്കെ, h എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നിട്ട് ഇതുവരെയുള്ള ഹൈറ്റ്. ക്വസ്റ്റ്യനിൽ ഹൈറ്റിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ നമുക്ക് ഹൈറ്റ് കിട്ടും. എങ്ങനെ കിട്ടും? ഇവിടുത്തെ ടോട്ടൽ പ്രഷർ എത്ര? 3 atm ആണ്. ടോട്ടൽ പ്രഷർ ഈ പോയിന്റിലെ ടോട്ടൽ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പുറത്തൊരു അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉണ്ട്, PA + h⁻g ആയിരിക്കും. ടോട്ടൽ പ്രഷർ എന്ന് പറഞ്ഞാൽ PA + h⁻g ആണ്. വെറും h⁻g എപ്പോഴാണ് വരിക? 2 പോയിന്റ് വന്നു. ഈ 2 പോയിന്റിനെയും പ്രഷർ ഡിഫറൻസ് ചോദിച്ചാലാണ് h⁻g എടുക്കുക. നിങ്ങളോട് വെള്ളത്തിൽ ഒരു പോയിന്റ് ചോദിച്ചാൽ നിങ്ങൾ എന്ത് കൊടുക്കണം? ടോട്ടൽ പ്രഷർ എന്ന് പറഞ്ഞാൽ PA + h⁻g ആണ്. ഓക്കെ, h എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ആണ്, P എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയർ പ്രഷർ ആണ്. സോ ഇവിടെയും ഹൈറ്റ് h ആണ്. സോ ഏതെങ്കിലും ഒരു പോയിന്റ് ലിക്വിഡ് തന്നാൽ അടുത്ത ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് P ഈസ് ഈക്വൽ ടു PA + h⁻g. സോ PA + h⁻g ഈസ് ഈക്വൽ ടു 3 atm എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? 3 atm എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയർ പ്രഷർ തന്നെയാണ്. 3 PA ആണ് 3 atm എന്ന് പറഞ്ഞാൽ. ഓക്കെ,
കാരണം അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് പറഞ്ഞാൽ പാസ്കൽ ആണ് 3 പാസ്കൽ അല്ല പി എന്ന് പറഞ്ഞാൽ എന്താണ് അറ്റ്മോസ്ഫിയർ പ്രഷർ ആണ് സോ എച്ച് റോ ജി എന്ത് കിട്ടും എച്ച് റോ ജി ഈസ് ഈക്വൽ ടു 3 PA മൈനസ് ഈ പി എൻ അങ്ങോട്ട് എടുക്കുമ്പോൾ പി എന്ന് വരും സോ എത്ര കിട്ടും എച്ച് റോ ജി ഈസ് ഈക്വൽ ടു 2PA എന്ന് കിട്ടും എത്ര കിട്ടും 2PA എന്ന് കിട്ടും അതായത് പി എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയർ പ്രഷർ ആണ് ഒരു അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് പറഞ്ഞാൽ 10⁵ പാസ്കൽ ആണ് സോ എച്ച് റോ ജി ഈസ് ഈക്വൽ ടു രണ്ട് അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് പറഞ്ഞാൽ 2 × 10⁵ ആണ് കാരണം ഒരു അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് പറഞ്ഞാൽ 10⁵ എന്താ പറയുക പാസ്കൽ ആണ് സോ ഇത് പി എന്ന് പറഞ്ഞാൽ പാസ്കൽ അല്ല കേട്ടോ അറ്റ്മോസ്ഫിയർ പ്രഷർ ആണ് സോ എച്ച് റോ ജി ഈസ് ഈക്വൽ ടു 2 × 10⁵ കിട്ടി അപ്പൊ എച്ച് എന്ത് കിട്ടും സോ എച്ച് ഈസ് ഈക്വൽ ടു 2 × 10⁵ ഓൾ ഡിവൈഡ് ബൈ റോ ജി ഓക്കെ വാട്ടറിന്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ 1000 ആണ് സോ 2 × 10⁵ ഓൾ ഡിവൈഡ് ബൈ വാട്ടറിന്റെ ഡെൻസിറ്റി എത്ര 1000 ആണ് സോ 1000 × ജി എത്ര 10 ഓക്കെ ജി 10 അല്ലേ 10 ആണ് ഓക്കെ ജി ആണ് ആക്സേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.8 എടുക്കണം 10 എടുക്കാം സോ ഇവിടെ 5 പൂജ്യമാണ് ഇവിടെ 4 പൂജ്യമാണ് സോ ഈ 4 പൂജ്യം വെട്ടി ഇവിടെ 4 പൂജ്യം വെട്ടുമ്പോൾ ബാക്കി ഒരു പൂജ്യം ബാക്കി ഉണ്ടാവും ഓക്കെ സോ എച്ച് ഈസ് ഈക്വൽ ടു എത്ര കിട്ടി 20 കിട്ടി നമുക്ക് വെലോസിറ്റി ഓഫ് എഫ്ലക്സ് ആണ് കാണേണ്ടത് വി ഈസ് ഈക്വൽ ടു √2GH അല്ലേ കാണേണ്ടത് 2 × 10⁵ ഓൾ ഡിവൈഡ് ബൈ അല്ലെ 2 × 10⁵ ഓൾ ഡിവൈഡ് ബൈ എന്ത് കിട്ടും 10³ × 10 അപ്പൊ അത് രണ്ടും വെട്ടൂലേ അപ്പൊ അതന്നല്ലേ തെറ്റൊന്നുമില്ലല്ലോ 2 × 10⁵ ഓൾ ഡിവൈഡ് ബൈ 1000 × 10 10⁴ അപ്പൊ 20 ആണ് കിട്ടുക ഓക്കെ സോ ഇനി നമ്മൾ എന്ത് ചെയ്തു ഇനി നമ്മൾ നേരെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും വി ഈസ് ഈക്വൽ ടു √2GH എന്ന് പറഞ്ഞ ഇക്വേഷനിൽ ഇത് കൊടുക്കും √2GH ഇത് കൊടുക്കും അപ്പൊ എന്ത് വരും വി ഈസ് ഈക്വൽ ടു √2 × G 10 ആണ് × G 20 ആണ് അപ്പൊ എത്ര കിട്ടും √2 × 20 440 അല്ലെ 40 × 10 400 ഓക്കെ √400 എന്ന് പറഞ്ഞാൽ 20 ആണ് ഓക്കെ സോ ഇതിന്റെ വെലോസിറ്റി ഓഫ് എഫ്ലക്സ് എന്ന് പറയുന്നത് 20 ആണ് ഇവിടെ 3PA എന്ന് പറഞ്ഞാൽ 3 × അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആട്ടോ അല്ലാതെ പാസ്കൽ അല്ല ഓക്കെ അറ്റ്മോസ്ഫിയർ പ്രഷറിനെ PA എന്നാണ് നമ്മൾ എടുക്കുക ഓക്കെ പിന്നെ ഒരു അറ്റ്മോസ്ഫിയർ പ്രഷർ 10⁵ ആണ് അപ്പൊ അതിനങ്ങനെ മാറ്റി സോ ദാറ്റ്സ് ഓൾ ഇതോടുകൂടി നമ്മളെ സെഷൻ കഴിഞ്ഞു നിങ്ങൾ കുറെ പ്രോബ്ലംസ് പോയി വർക്ക്ഔട്ട് ചെയ്യുക സോൾവ് ആസ് മച്ച് ആസ് യു ക്യാൻ ഓക്കെ അപ്പൊ അതോടുകൂടെ നമ്മുടെ പരിപാടി നിർത്തി സോ താങ്ക് യു